ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം നമ്മുടെ ജീവിതത്തിലെ ചില യാത്രകളെ തടയുമോ? തീർച്ചയായിട്ടും തടയും. എന്തിനാണ് ദൈവം ചില യാത്രകളെ തടയുന്നത്? ഉൽപ്പത്തി 26-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇസഹാക്കിൻ്റെ മിസ്രൈമിലേക്കുള്ള ഒരു യാത്രയെ ദൈവം തടയുകയാണ്. നീ മിസ്രൈമിലേക്ക് പോകരുത്. നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നത്തില്ല. ഒരു യാത്രയെ ദൈവം തടഞ്ഞു. പക്ഷേ ആഴമായി ദൈവവചനം പഠിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ആ യാത്രയെ തടഞ്ഞത്? അതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഭയങ്കരമായ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇന്ന് ഈ തിരുവചന ഭാഗത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ആലോചനകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം യാത്രയെ തടഞ്ഞതിനനന്തരമായി ദൈവം ഇസഹാക്കിനോട് പറയുകയാണ്, ഈ ദേശത്ത് പാർക്കുക. വളരെ ക്ഷാമമാണ്. മിസ്രൈം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് പാടില്ലെന്ന് ദൈവം പറഞ്ഞു. മിസ്രൈമിൽ ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ധാരാളം സാധ്യതകൾ മാനുഷികമായിട്ട് മുൻപിലുണ്ടായിരുന്നു. ആ സാധ്യതകളെയാണ് ദൈവം തടഞ്ഞത്. അതുമാത്രമല്ല, ഞാൻ ആ ദൈവവചനം പഠിച്ചപ്പോൾ പിതാവിൻ്റെ കാലത്ത് സംഭവിച്ച, അബ്രഹാമിൻ്റെ കാലത്ത് സംഭവിച്ച ചില കാര്യങ്ങൾ ഇനി സംഭവിക്കരുത് എന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. അത് എന്തൊക്കെ കാര്യങ്ങളാണ്? തിരുവചന സന്ദേശം മുഴുവനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ദൈവശബ്ദം കേട്ട് ആ യാത്ര നടത്താതിരുന്നത് കൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒടുവിൽ സംഭവിച്ചൊരു കാര്യം, ദൈവം നിന്നോടുകൂടെ ഉണ്ട് എന്ന് ഫിലിസ്ത്യർ ഇസഹാക്കിനോട് പറയുകയാണ്. ആ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. മനുഷ്യൻ്റെ ജീവിതം തന്നെ ഒരു യാത്രയാണല്ലേ. നമ്മളെല്ലാം ഓരോ യാത്രകളിലാണ്. മനുഷ്യ ജീവിതം ഒരു യാത്രയാണ്. ഉപജീവനത്തിന് വേണ്ടി നടത്തുന്ന യാത്രകൾ, ശുശ്രൂഷകൾക്ക് വേണ്ടി നടത്തുന്ന യാത്രകൾ, ജീവിതത്തിലെ പല അന്വേഷണങ്ങൾ, ഇതെല്ലാം യാത്രകളാണ്. എന്നാൽ ഈ യാത്രകളിൽ ചില യാത്രകളെ ദൈവം തടയും. എന്തിന് ദൈവം തടയുന്നു? വിശുദ്ധ ബൈബിളിലേക്ക് ഞാൻ ചിന്തിച്ചപ്പോൾ ബൈബിൾ തന്നെ ഒരു യാത്രകളുടെ പുസ്തകമാണ്. അബ്രഹാമിൻ്റെ ജീവിതം മുഴുവനും യാത്രയായിരുന്നു. കൽദയ പട്ടണമായ ഊരിൽ നിന്ന് ഹാരാനിലേക്ക്, അവിടുന്ന് കനാൻ ദേശത്തേക്ക്, കിലോമീറ്ററുകൾ കണക്കാക്കി പറഞ്ഞാൽ ഏകദേശം 1500 മൈൽ തൊട്ട് 2000 മൈൽ വരെ ലക്ഷ്യസ്ഥാനത്തെത്താനായിട്ട് അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. ഇസഹാക്കിൻ്റെ ജീവിതം ഒരു യാത്രയായിരുന്നു. ഞാനീ പറഞ്ഞ 26-ാം അധ്യായം ഒരു യാത്രയുടെ അധ്യായമാണ്. യാക്കോബിൻ്റെ ജീവിതം ഭയങ്കരമായ യാത്രകളായിരുന്നു. ദാവീദിൻ്റെ ജീവിതവും ഇങ്ങനെയുള്ള യാത്രയായിരുന്നു. കൊട്ടാരത്തിൽ നിന്ന് വനത്തിലേക്ക്, ശത്രുക്കളുടെ കണ്ണുകളിലൂടെ, അവരുടെ പതിയിരിപ്പുകളിലൂടെയൊക്കെ നടത്തിയ യാത്രകൾ. ഇസ്രായേൽ ജനത്തിൻ്റെ ഏകദേശം 40 വർഷത്തെ മരുഭൂ പ്രയാണം ഒരു യാത്രയായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവിൻ്റെ ജീവിതവും ശുശ്രൂഷകളും, ആ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളെല്ലാം നിരന്തരമായ യാത്രകളായിരുന്നു. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിലും യാത്രകളായിരുന്നു. എന്നാൽ ഈ യാത്രകളുടെ പുസ്തകമെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ബൈബിളിൽ പല യാത്രകളെയും ദൈവം തടഞ്ഞിട്ടുണ്ട്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി യാത്ര ചെയ്ത അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ അപ്പോസ്തല പ്രവൃത്തി 16:6 ഒരു യാത്രയെ ദൈവാത്മാവ് തടയുകയാണ്. ആസിയിൽ വചനം പ്രസംഗിക്കാനായിട്ട് പോകുന്നു, മൂസിയ കടന്നു, ബിഥുന്യയിലേക്ക് പോകുന്നു, ഗലാത്തിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നു. ഈ പ്രതീക്ഷകളോടെ ആ മനുഷ്യൻ നടത്തുന്ന യാത്രകളെ ദൈവാത്മാവ് തന്നെ തടയുകയാണ്. പക്ഷേ ആ തടസ്സത്തിൻ്റെ ഒടുവിൽ ദൈവം തന്നെ ചില ആലോചനകളിലൂടെ പുതുവഴിയെ തനിക്ക് വേണ്ടി തുറക്കുകയാണ്. ബിലയാമിൻ്റെ യാത്രയിൽ വഴിമധ്യേ ദൈവത്തിൻ്റെ ദൂതനടക്കം ബിലയാമിനെ തടയുകയാണ്, പോകരുത്. പക്ഷേ അതിനെ അവഗണിച്ചുകൊണ്ടുള്ള ആ യാത്ര ഏറ്റവും ഒടുവിൽ എത്തിയത് എവിടെയാണെന്നറിയാം. ഒടുവിൽ തനിക്ക് മരിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ വേദപുസ്തകത്തിലെ ഒരുപാട് യാത്രകൾ ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നു. അബ്രഹാമിൻ്റെ ദാസനായ എലയാസർ, അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. ഉൽപ്പത്തി 24-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യമാണ്. ആ പുരുഷൻ അവളെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അടുത്തത്, തൻ്റെ യാത്രയെ യഹോവ സഫലമാക്കിയോ ഇല്ലയോ എന്നറിയാൻ അവൻ മിണ്ടാതെയിരുന്നു. സംഭവത്തിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാമല്ലോ. യജമാനനായ അബ്രഹാമിൻ്റെ
മകനു വേണ്ടിയുള്ള ഒരു പെൺകുട്ടിയെ അന്വേഷിച്ചുള്ള ഈ ഒരു യാത്രയുടെ ഒടുവിൽ ഏകദേശം ദൈവം പറഞ്ഞതനുസരിച്ചുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ വളരെ ധൃതിയിൽ തീരുമാനങ്ങൾ എടുക്കാതെ ആ യാത്രയുടെ കാര്യം ഉദ്ദേശം ദൈവം സാധിപ്പിച്ചോ എന്നറിയാൻ മിണ്ടാതെ ഇരിക്കുന്നു. അവിടെയും ശ്രദ്ധിക്കേണ്ടുന്നത് തൻ്റെ യാത്ര ദൈവം സഫലമാക്കിയോ എന്നറിയേണ്ടതിന് മിണ്ടാതെ ഇരുന്നു. ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ചില യാത്രകൾ അതടയപ്പെടുമ്പോൾ നമുക്ക് വേദനകളാണ്, സങ്കടങ്ങളാണ്. പക്ഷെ ദൈവം തന്നെ ചില യാത്രകളെ അടച്ചു കളയും. എന്താണ് അതിൻ്റെ കാരണമെന്നുള്ളത് കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ ആ വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. സത്യത്തിൽ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനിരുന്നത് ദൈവശബ്ദം കേട്ട് ഈ യാത്ര ചെയ്യുക. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളെന്നാണല്ലോ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പം കുറച്ചുകൂടി ദൈവകേന്ദ്രീകൃതമായ ദൈവശബ്ദം കേട്ടുള്ള ഒരു യാത്രയെക്കുറിച്ച്, അങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ച് പ്രസംഗിക്കാനായിരുന്നു എൻ്റെ മനസ്സിലെങ്കിലും പ്രഭാതത്തിലെ എൻ്റെ പ്രാർത്ഥനയിലും ദൈവജന ധ്യാനത്തെങ്കിലും പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു ഭാഗം എനിക്ക് പ്രകാശനം തന്ന ഭാഗം യാത്രകളെ തടയുന്ന ദൈവം. ആരോടൊക്കെയോ ദൈവാത്മാവ് ഈ തിരുവചനത്തിലൂടെ സംസാരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ദൈവജന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. മുഖവുരയായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വാക്കുകളെ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. വളരെ പെട്ടെന്ന് ആ ഭാഗത്തിലേക്ക് പോകാം. ഞാൻ മുഖവുര പറഞ്ഞതും കഥയല്ല, ഇതെല്ലാം എൻ്റെ ദൈവജന ധ്യാനത്തിങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകി തന്ന പ്രകാശനമാണ്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം ആരംഭിക്കുമ്പോൾ അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ ഒരു ക്ഷാമം കൂടാതെ പിന്നെയും ദേശത്തൊരു ക്ഷാമം ഉണ്ടായി. ഈ ഒരു ക്ഷാമത്തിൻ്റെ സമയം, ക്ഷാമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വരൾച്ചകൾ, ഇല്ലായ്മ, കഷ്ടത, അതിൻ്റെ ഒരു സമയമാണല്ലോ ക്ഷാമം. ഞാൻ ഉൽപ്പത്തി പുസ്തകം പഠിച്ചപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. അബ്രഹാമിൻ്റെ കാലത്ത് ക്ഷാമം ഉണ്ടായി, ഇസഹാക്കിൻ്റെ കാലത്ത് ക്ഷാമം ഉണ്ടായി. അബ്രഹാമിന് മക്കളുണ്ടായില്ല, ഇസഹാക്കിന് മക്കളുണ്ടായില്ല, യാക്കോബിന് റാഹേലിൽ, ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ച കിണറുകൾ മണ്ണിട്ട് മൂടി അബ്രഹാമിൻ്റെ മരണശേഷം. ഇസഹാക്കിൻ്റെ കാലത്ത് വീണ്ടും ഇസഹാക്ക് കുഴിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനെ മണ്ണിട്ട് മൂടും. അങ്ങനെ പിതാക്കന്മാരുടെ കാലത്ത് സംഭവിച്ച പല കാര്യങ്ങളും പാരമ്പര്യമായി തലമുറകളിലേക്ക് അത് പിന്തുടരുമ്പോൾ തലമുറകൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവാശ്രയത്തോടെ ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യണമെന്നാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു ക്ഷാമം ഉണ്ടാകുകയാണ്. വളരെ പെട്ടെന്ന് ദൈവം തന്ന ചില ആലോചനകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഈ ക്ഷാമമുണ്ടായപ്പോൾ ഇസഹാക്ക് ചെയ്തത്, 2-ാമത്തെ വാക്യത്തിൽ ഇസഹാക്ക് ഫെലിസ്ത്യരുടെ രാജാവിൻ്റെ അരികിലേക്ക് ഗരാരിലേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അവിടെ നിന്നും നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കുക. ഇസഹാക്ക് മിസ്രൈമിലേക്ക് പോകാനായിട്ട് ശ്രമം നടത്തിയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അതിനൊരു സാധ്യതയുണ്ട്. ആ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് ദൈവം പറഞ്ഞത് നീ മിസ്രൈമിലേക്ക് പോകരുത്. കണ്ടോ, ഒരു യാത്രയെ ദൈവം തടയുകയാണ്. എന്തിനാണ് ഈ യാത്രയെ ദൈവം തടഞ്ഞത്? അതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്. മിസ്രൈമിലേക്ക് ക്ഷാമകാലത്ത് പോകുന്നത് 2-3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ക്ഷാമത്തിൻ്റെയും വരൾച്ചയുടെയും കാലത്ത് സുഗമമായി ജീവിക്കുവാനും കൃഷി ചെയ്യുവാനുമുള്ള സൗകര്യം മിസ്രൈമിലുണ്ട്. കാരണം എത്ര വലിയ ക്ഷാമം വന്നാലും മിസ്രൈമിനെ ക്ഷാമം ബാധിക്കില്ല. അതിൻ്റെ കാരണം നൈൽ എന്ന് പറയുന്ന ഒരു മഹാനദി അവിടെ ഉണ്ട്. ഏത് വരൾച്ചയുടെ കാലഘട്ടത്തിലും അതിൽ ജലമുള്ളത് കൊണ്ട് തന്നെ കൃഷി ചെയ്യാൻ വെള്ളത്തിന് വേണ്ടി എങ്ങും പോകണ്ട, ദൈവത്തിലെ ആശ്രയിക്കുകയും വേണ്ട, ധാരാളം വെള്ളം അതിലുള്ളത് കൊണ്ട് അവർക്ക് കൃഷി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പൊതുവെ ക്ഷാമകാലത്ത് ഈജിപ്തിലേക്ക് പോകാൻ ഒരു സാധ്യത മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിൽ യഹോവയാം ദൈവം പഴയ നിയമ ഇസ്രായേലിനെ ഈ ഈജിപ്തിൽ നിന്ന് കനാനിലേക്ക് നടത്തിയപ്പം അവരോട് പറയുകയാണ്, ഞാൻ നിന്നെ കൊണ്ടുപോകുന്ന ദേശം ഈജിപ്റ്റ് ദേശം പോലൊരു ദേശമല്ല. അവിടെ നീ കാലുകൊണ്ട് നനയ്ക്കേണ്ടതായിട്ട് വന്നു. മഴ പെയ്തില്ലെങ്കിലും അവിടെ വെള്ളം കിട്ടും. കാലുകൊണ്ട് നനയ്ക്കുന്നു എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ചക്രങ്ങൾ ഉപയോഗിച്ച് വെള്ളം കനാലുകളിലൂടെയൊക്കെ ഈ അടിച്ച് കയറ്റി അങ്ങനെ അവർ പച്ചക്കറിയെ നനച്ച അങ്ങനെ ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത്.
അപ്പം അങ്ങനെ അവർക്ക് കൃഷി ചെയ്യാമായിരുന്നു. പക്ഷേ ദൈവം ഇസ്രായേലിനെ കൊണ്ടുവന്ന ദേശം, കനാൻ ദേശം, ആകാശത്തു നിന്ന് മഴ പെയ്യുന്ന ദേശം. അതായത് മുൻമഴയുടെ കാലത്തും പിന്മഴയുടെ കാലത്തും ദൈവത്തോട് അപേക്ഷിച്ച് ദൈവം തന്നെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. ദൈവം എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെയ്താലേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഈ മിസ്രൈമിലേക്ക് പോകാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഇസഹാക്കിലുണ്ട്. ദൈവം ഇതിനെ വിലക്കുകയാണ്. രണ്ടാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വളരെ ശ്രദ്ധിക്കുക, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമായൊരു കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള ഭാഗങ്ങളിലാണ് ക്ഷാമമുണ്ടായപ്പോൾ അബ്രഹാം ഈജിപ്തിലേക്ക് പോകുന്നത്, മിസ്രൈമിലേക്ക് പോകുന്നത്. ആ ക്ഷാമത്തെക്കുറിച്ചാണ് 26-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. എന്താണ് ആ സംഭവം? നമുക്കറിയാം, അബ്രഹാമിൻ്റെ ഒരു യാത്രയാണ്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ജീവിതമേ യാത്രയാണ്. അബ്രഹാമിൻ്റെ ജീവിതവും എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു യാത്രയാണ്. 12-ാം അധ്യായം, അതിൽ അബ്രഹാം തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെ യാത്ര ചെയ്ത് പോയപ്പോൾ ക്ഷാമമുണ്ടായപ്പോൾ അദ്ദേഹം ഈജിപ്തിലേക്ക് പോകുന്നു. ഈജിപ്തിൽ പോകുന്നു. അവിടെ ചില സംഭവങ്ങളൊക്കെ നടക്കുകയാണ്. അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ദൈവത്തിൻ്റെ കരുണയും കൃപയും ഈ മനുഷ്യനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഈജിപ്ഷ്യൻസ് ചില ഗിഫ്റ്റുകൾ കൊടുത്ത് അബ്രഹാമിനെ മിസ്രൈമിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്. അത് 12-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അബ്രഹാമിന് നന്മ ചെയ്യുകയാണ് ഈജിപ്ഷ്യൻസ്. എന്ത് നന്മയാണ് ചെയ്തത്? കഴുതകൾ, ദാസീദാസന്മാർ എല്ലാം കൊടുത്തു. അപ്പം ഒത്തിരി ഗിഫ്റ്റുകൾ കിട്ടി. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈജിപ്ഷ്യൻസ് അവർ കുറച്ചുകൂടെ ഗിഫ്റ്റുകൾ കൊടുക്കുന്ന സ്വഭാവമുള്ള ആളുകളാണ്. നമ്മൾ ഈ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിയർ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോഴും മറുഭാഗത്ത് അവർക്ക് കുറച്ച് ഗിഫ്റ്റുകൾ കൊടുക്കുന്ന ഒരു മനസ്സ് അവർക്ക് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ കൊടുത്ത ഗിഫ്റ്റിൽ ഒരാളായിരുന്നു ഹാഗാർ. ശ്രദ്ധിക്കണം, ഈ അബ്രഹാമിന് ഈജിപ്തിൽ നിന്ന് കിട്ടിയ ഒരു ഗിഫ്റ്റിൽ ഉൾപ്പെടുന്ന ഒരാളാണ് ഹാഗാർ. അല്ലാതെ മറ്റൊരു തരത്തിലും അബ്രഹാമിന് ഹാഗാർ എന്ന് പറയുന്ന ഒരു മിസ്രൈമിയ ദാസിയെ ലഭിക്കാനുള്ള സാധ്യതകളില്ല. അവിടുന്ന് തന്നെയാണ്. ബൈബിൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഈ ഹാഗാരാണ് പിന്നീട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് തടസ്സമായിട്ട് നിന്നതും കുടുംബകലഹത്തിന് തടസ്സമായി നിന്നതും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പിന്നീടുണ്ടാകുന്ന പല കാര്യങ്ങൾക്കും തടസ്സമായി നിൽക്കുന്നത് ഈ ഹാഗാർ തന്നെയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പിതാവിൻ്റെ കാലത്ത് സംഭവിച്ച ചില കാര്യങ്ങൾ ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ തന്നെയാണ് ദൈവം നീ അവിടേക്ക് പോകരുതെന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവം ചില യാത്രകളെ തടയുമ്പോൾ അതിൻ്റെ പിന്നിൽ അത് ദോഷത്തിനല്ല, ദൈവം അത് നന്മയ്ക്കായിട്ടാണ്. അതുകൊണ്ടാണ് പോകരുതെന്ന് പറഞ്ഞത്. പിതാക്കന്മാരുടെ കാലത്ത് സംഭവിച്ച ആ ദുരന്തങ്ങളും ദുരിതങ്ങളും ഇനി ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ദൈവം മുന്നമേൽ പറയുകയാണ്, നീ ഈ ദേശത്ത് പാർക്കുക. സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാൽ ഈജിപ്തിലേക്ക് പോകാം. വെള്ളമുണ്ട്, കൃഷി ചെയ്യാം, പട്ടിണി ഉണ്ടാകില്ല, മരണം സംഭവിക്കത്തില്ല. പക്ഷേ ദൈവം സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവമല്ല. ദൈവം സാഹചര്യത്തിന് അതീതനായ ദൈവമാണ്. ദൈവം പറയുകയാണ്, നീ ഈ ദേശത്ത് പാർക്കുക. അബ്രഹാമിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ചതുകൊണ്ട് ഞാൻ അവനെ അനുഗ്രഹിച്ചു. നീ ഈ ദേശത്ത് പാർക്കുക. ക്ഷാമകാലത്തും ദൈവം പറയുകയാണ്, നീ ഇവിടെ നിൽക്കുക, നീ ഇവിടെ നിൽക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന, കർത്താവേ, സാഹചര്യങ്ങളല്ല, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ഇഷ്ടം, നമ്മളെ അതിൽ നിന്ന് മാറ്റിക്കളയുന്ന ഒന്നുമേ നമ്മുടെ ജീവിതത്തിൽ വേണ്ട. പല വഴികളും പല ഓഫറുകളും നമ്മുടെ ജീവിതത്തിൽ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അതിൻ്റെ മുമ്പിൽ നടത്താൻ ദൈവം വിശ്വസ്തനാണ്. ചില സമയങ്ങളിൽ പിശാചും ദൈവ പദ്ധതികളിൽ നിന്ന് നമ്മളെ മാറ്റാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരാറുണ്ട്.
പക്ഷെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട്, എങ്ങനെയാണ് ദൈവശബ്ദം കേൾക്കുന്നത്? വചനത്തിലൂടെ ദൈവം സംസാരിക്കും, സ്വപ്നത്തിലൂടെ ദൈവം സംസാരിക്കും, നമ്മളോട് വ്യക്തമായ അരുളപ്പാടുകൾ. പക്ഷെ അതിനൊരു ശാന്തത നമുക്ക് ആവശ്യമാണ്, ക്ഷമ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണല്ലോ പുതിയ നിയമം ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ശ്രദ്ധിക്കുക, ഇസഹാക്ക് ആ ദേശത്ത് പാർത്തു എന്നാണ് നമ്മൾ കാണുന്നത്. അതുമാത്രമല്ല, അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി, യഹോവ അവനെ അനുഗ്രഹിച്ചു, അവൻ വർദ്ധിച്ചു വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. യഥാർത്ഥമായ ദൈവാനുഗ്രഹം അനുഭവിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന പലരും വില കൊടുത്ത് യാത്ര ചെയ്യുന്നവരാണ്. ഇന്ന് പലരും ദൈവാനുഗ്രഹങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ അവരെന്തൊരു ലക്കിയാണ്, അവരെന്തൊരു ഭാഗ്യവാന്മാരാണ്. പക്ഷേ അവർ കഴിഞ്ഞ നാളുകളിൽ കൊടുത്തിട്ടുള്ള വിലയെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം പറഞ്ഞത് ഏറ്റെടുക്കാനായി അവരുടെ ജീവിതത്തിൽ അവർ നടത്തിയ ചില യാഗങ്ങൾ, അവരുപേക്ഷിച്ച് കളഞ്ഞ ചില സന്തോഷങ്ങൾ, പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് വരുന്നത് എത്രയോ അനുഗ്രഹമാണ്. ക്ഷാമകാലത്ത് വിത്തെടുത്ത് വിതയ്ക്കുകയാണ്. ഈ വിത്തെന്ന് പറയുന്നത് ഭക്ഷിക്കാനുള്ള വിത്താണ്. ഭക്ഷിക്കാനുള്ള വിത്തെടുത്ത് ദൈവം പറയുന്നത് കേട്ട് വിതച്ചപ്പോൾ വലിയൊരു റിസ്ക്കാണ് അവിടെ എടുത്തത്. പക്ഷെ ദൈവശബ്ദത്തിനനുസരിച്ച് ചുവടുകൾ വെച്ചപ്പോൾ സംഭവിച്ചത്, ദൈവം ആ ക്ഷാമകാലത്ത് ദൈവം പോറ്റി, ദൈവം പുലർത്തി. ദൈവം പറയാത്ത ഒരു കാര്യവും ജീവിതത്തിൽ ചെയ്യാതെ ഇരിക്കുന്നതാണ് ഏറ്റവും അത്യുത്തമമായ കാര്യം. ദൈവം നിങ്ങളോടൊരു കാര്യം പറയുകയാണ്, അതിൽ തന്നെ തുടരുക. ഞാൻ എൻ്റെ സ്വന്തം നാട്ടിൽ ഒരിക്കലും നിൽക്കാനോ ദൈവവേല ചെയ്യാനോ ഒന്നും ആഗ്രഹിച്ച ഒരാളല്ല. എപ്പോഴും നാട് വിട്ടു പോകണം, മറ്റെവിടേക്കെങ്കിലും പോകണമെന്ന് പറഞ്ഞ് യാത്ര ചെയ്തുകൊണ്ടിരുന്ന എന്നോട് അനേക ഓഫറുകൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടും ഞാൻ ഇന്നും ദൈവം പറഞ്ഞതിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു പുകഴ്ചയായിട്ടല്ല, പക്ഷെ നിങ്ങളും ദൈവം പറയുന്നതിനെ അനുസരിക്കുക, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പ്രതികൂലങ്ങൾ ഉണ്ടാകില്ലെന്നല്ല. അടുത്ത ഭാഗങ്ങൾ കൂടെ വളരെ പെട്ടെന്ന് ഞാനൊന്ന് പറയാം. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇദ്ദേഹം വർദ്ധിച്ച് വർദ്ധിച്ച് ധനവാനായപ്പോൾ ഫെലിസ്ത്യർക്ക് ഇദ്ദേഹത്തോട് അസൂയ തോന്നി, ആ നാട്ടിൽ നിന്ന് ഓടിച്ചു കളയാൻ ശ്രമിച്ചു. ദൈവം പറയുന്നത് കേട്ട് യാത്ര ചെയ്താലും പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നോ പ്രതികൂലങ്ങൾ ഉണ്ടാകില്ലെന്നോ ഉള്ളതല്ല. പക്ഷേ എല്ലാ ഉത്തരവാദിത്വവും ദൈവത്തിൻ്റെതാണ്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, 15-ാമത്തെ വാക്യം, 26-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം, പിതാവിൻ്റെ കാലത്ത്, അതെ, അബ്രഹാമിൻ്റെ പിതാവിൻ്റെ കാലത്ത് അവൻ്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറുകൾ അബ്രഹാമിൻ്റെ, ദൈവത്തിന് സ്തോത്രം, ആ മരണശേഷം എന്തു ചെയ്തു എന്നറിയാമോ? അവർ അത് നികത്തിക്കളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അബ്രഹാം കുഴിച്ച പലതും ഫെലിസ്ത്യർ അദ്ദേഹത്തിൻ്റെ മരണശേഷം, 18-ാമത്തെ വാക്യമാണ്, ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞു. ദൈവത്തിൻ്റെ ചില വാഗ്ദത്തങ്ങളെയും ദൈവത്തിൻ്റെ പദ്ധതികളെയും ഒക്കെ ശത്രു ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുമ്പോഴും ഇസഹാക്ക് അയ്യോ പോയല്ലോ, നികത്തിക്കളഞ്ഞല്ലോ, നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊന്നുമല്ല കർത്താവിന് മഹത്വം. അദ്ദേഹം അത് വീണ്ടും പുനരാരംഭിക്കുകയാണ്, അത് വീണ്ടും ചെയ്യുകയാണ്. ശരിക്കും നമ്മളെ ഓരോരുത്തരെയും ദൈവം പണിത്, ദൈവം നമ്മളെ രൂപപ്പെടുത്തിയെടുത്ത് നഷ്ടപ്പെട്ടു പോയ ചിലതിനെ മടക്കി കൊണ്ടുവരുവാൻ, ചില ദൈവപ്രവർത്തികളിലേക്കും ദൈവ പദ്ധതികളിലേക്കും എത്താനായിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ചില ദിവസങ്ങളും നിമിഷങ്ങളും ഉണ്ട്. അവിടെ അദ്ദേഹം ഈ വെള്ളം കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കും, ഒരു കിണർ കുഴിച്ചുകൊണ്ട് എന്നതാ കുഴപ്പം, വെള്ളം കണ്ടുകൊണ്ട് എന്നതാ കുഴപ്പം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ അന്നത്തെ കാലത്ത് വെള്ളമുണ്ടെങ്കിൽ ഒരാളവിടെ എസ്റ്റാബ്ലിഷ് ആയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരിക്കലും ഇവരെ വേരുറപ്പിക്കാൻ സമ്മതിക്കില്ല. പക്ഷെ അദ്ദേഹം എന്തു ചെയ്തു? പ്രശ്നത്തിനൊന്നും പോയില്ല. ഒരു കിണർ നികത്താൻ ശ്രമിച്ചു, പ്രശ്നമുണ്ടാക്കി, അവിടുന്ന് മാറി ഏശക്സത്തിന് അടുത്തടുത്തേക്ക് പോയി. രണ്ടാമത്തേത് കഴിഞ്ഞു, മൂന്നാമത്തേത് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അവിടെ വെച്ച് ദൈവം പ്രത്യക്ഷനായിട്ട് പറയുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്.
ദൈവത്തിന് സ്തോത്രം. യഹോവ നമുക്ക് ഈ ദേശത്ത് നമുക്കൊരു സ്ഥലം തരും. അങ്ങനെ ഉണ്ടായതാണ് രഹബോത്ത്. അവിടെ നിന്ന് വീണ്ടും അവർ ബേർശേബയിലേക്ക് പോയി. ദൈവം പ്രത്യക്ഷനായിട്ട് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ ഞാൻ നിന്നെ അനുഗ്രഹിക്കാനായിട്ട് പോവുകയാണ്. ദൈവമക്കളെ, ചില അനുസരണങ്ങളുടെ ഒടുവിൽ ദൈവം ചില വാതിലുകളെ അടയ്ക്കുമ്പോൾ അവിടെ പിറുപിറുക്കാതെ, വേദനപ്പെടാതെ, സങ്കടപ്പെടാതെ എൻ്റെ ദൈവത്തിന് എന്നോട് എന്താണ് പറയാനുള്ളത്? എൻ്റെ മുമ്പിൽ ഈ അടയപ്പെട്ട വാതിലുകൾ അത് ദോഷത്തിനല്ല. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പറഞ്ഞു. മൂസിയയിലേക്ക് പോയി, ഗലാത്തിയിലേക്ക് പോയി, ബിഥുന്യയിലേക്കൊക്കെ പോവുകയാണ്. ഈ യാത്രകളെ ദൈവം തന്നെ തടയുമ്പോൾ അയ്യോ, ശുശ്രൂഷ നഷ്ടപ്പെട്ടു, ജീവിതം നഷ്ടപ്പെട്ടു, വഴിയടഞ്ഞു. അല്ല, പ്രത്യേകമായ പുതിയ ചിലതിലേക്ക് നടത്താനായിട്ട് പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവശബ്ദം കേൾക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഫെലിസ്തീർ വന്ന് പറയുന്ന വാക്കുണ്ട്. എന്താണെന്നറിയാമോ? യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. 28-ാമത്തെ വാക്യമാണ്. യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം പറയുന്നത് കേട്ട് നമ്മൾ ചുവടുകൾ വെക്കുമ്പോൾ ചില വാതിലുകളും ചില വഴികളും നമ്മുടെ മുമ്പിൽ അടയപ്പെട്ടു എന്ന് തോന്നിയാലും ദൈവം ചിലതിനെ അടയാളമായി വെളിപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഈ വിശ്വാസത്തിൽ ഇറങ്ങുമ്പോൾ, കർത്താവിനെ സേവിക്കാൻ ഇറങ്ങുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, പലരും പരിഹസിക്കും, പലരും കളിയാക്കും. ദൈവത്തിന് സ്തോത്രം. പലരും അപമാനിക്കും. വലിയ പ്രാർത്ഥനക്കാർ ഇറങ്ങിയിരിക്കുക, ഇത്രയും നാളില്ലാത്തൊരു പ്രാർത്ഥന, ബൈബിളും എടുത്തുകൊണ്ട് പോകുന്ന പ്രാർത്ഥനയ്ക്കുള്ള പോക്ക് എന്തായിത്തീരും. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒടുവിൽ ദൈവം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തും. എന്താ വെളിപ്പെടുത്താൻ പോകുന്നത്? ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ അപ്പച്ചൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയൊക്കെ പോകുമ്പം പണ്ട് കളിയാക്കൽ കേട്ടിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. വയറ് നിറയ്ക്കാൻ പോവുക, തിന്നാൻ പോവുക, ഇങ്ങനെയൊക്കെ ഉള്ള അപമാനങ്ങൾ, വേദനകൾ. എന്തിനാണ് ഈ പ്രാർത്ഥിക്കുന്നവരെ കളിയാക്കുന്നത്? പക്ഷേ കാലങ്ങളിൽ ആ പറഞ്ഞവരെല്ലാം തിരിച്ചു പറയേണ്ടി വന്നു, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കണേ, ഞങ്ങളുടെ വിഷയത്തിന് വേണ്ടി ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കണേ, നിങ്ങൾ പ്രാർത്ഥിച്ച ദൈവം കേൾക്കും. ഇസഹാക്കിൻ്റെ അരികിൽ ഫെലിസ്തർ വന്നിട്ട് പറയുകയാണ്, ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അങ്ങനെയാണ് ആ പട്ടണത്തിന് ഏറ്റവും ഒടുവിൽ, ആ പട്ടണത്തിന് ഇന്ന് വരെ ബേർശേബ എന്ന് പേർ. 33-ാമത്തെ വാക്യമാണ്. അതുകൊണ്ട് ദൈവം ചില വാതിലുകൾ അടയ്ക്കുമ്പോൾ വിഷമിക്കരുത്. ചില വഴികൾ നമുക്ക് നല്ലതായിട്ട് തോന്നും, പക്ഷേ ആ വഴികൾ മരണത്തിൻ്റെ വഴികളായിരിക്കാം. നമ്മളൊക്കെ ഓരോ യാത്രകളിലാണല്ലോ, ജീവിതത്തിൻ്റെ യാത്രകൾ. ഈ നടത്തുന്ന യാത്രകളെയൊക്കെ ദൈവം തൻ്റെ ഹിതപ്രകാരം മുൻപോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നോട് ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചില വഴികൾ അടയപ്പെടുമ്പോഴും ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു നല്ല ദൈവം ഞങ്ങളോടുകൂടെ ഉണ്ട്. കർത്താവേ, ഞങ്ങളിവിടുത്തെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവജന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാല് ദൈവമേ, ഞങ്ങളുടെ മുമ്പിൽ ദൈവം തന്നെ അടച്ചു കടയുന്ന ചില വഴികളുണ്ട്. അത് ഞങ്ങൾക്ക് ദോഷത്തിനല്ല, നന്മയ്ക്കായിട്ടാണ്. ആ വഴികളുടെ ഒടുവിൽ മറ്റു ചിലതിലേക്ക് ഞങ്ങളെ എത്തിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. അവിടെ ഞങ്ങൾക്ക് വ്യക്തവും ഹൃദ്യവുമായി ദൈവശബ്ദം കേൾക്കുവാൻ സ്വർഗീയ പിതാവ് ഞങ്ങൾക്ക് കൃപ നൽകണം. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണം. ആരെങ്കിലും ജീവിതത്തിൻ്റെ വഴികൾ അടഞ്ഞു പോയതുകൊണ്ട് നിരാശരായി, ഭാരപ്പെട്ടവരായി ദൈവമേ ഉണ്ടെങ്കിൽ അവരുടെ ഹൃദയങ്ങൾക്ക് സമാധാനം ദൈവം കൊടുക്കണമേ. പരിശുദ്ധാത്മാവ് പോലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാണ് കർത്താവ്. ആമേൻ. ചില യാത്രകളെ ഈ ദിവസങ്ങളിൽ സഫലമാക്കി ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.